അല്ല അവർ ചോദിച്ചോ അങ്ങനെ ചെയ്യാൻ വളരെ ഒരു രാമചന്ദ്രൻ പുള്ളി മരിച്ചിട്ടുണ്ട് അറിഞ്ഞ അതിലൊക്കെ നമുക്ക് കേരളത്തിലുള്ള നമുക്ക് അതിൽ വിഷമമുണ്ട്. അതിൽ ഒരാള് മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അത്രയും വിഷയങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും തിരിച്ചടി കൊടുക്കണം. അവിടെ വളരെ നാളുകൾ കൊണ്ട് അവിടെ അക്രമങ്ങളും പ്രശ്നങ്ങളുമായി കിടക്കുന്ന ഒരു മേഖല സമാധാനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഈ ഭീകരാക്രമം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. നമസ്കാരം. പഹൽഗാമിലെ ആക്രമണം നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ വിനോദത്തിന് വേണ്ടി അവിടെ പോയത് കുറച്ച് ഓർമ്മ സൂക്ഷിക്കാൻ വേണ്ടി പോയി ആൾക്കാരുടെ തിരഞ്ഞു പിടിച്ചിട്ട് അവരുടെ നെഞ്ചിലേക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു ഉതിർത്തു. അതും ഓരോരുത്തരെ വിളിച്ചിട്ട് മതം ചോദിച്ചാണ് വിളിച്ചത്. നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ടാണ് വെടിയുർത്തത്. 28 ജീവൻ പൊലിഞ്ഞു. അതിലേറെ ആൾക്കാർ ഹോസ്പിറ്റലിലാണ്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. നമുക്ക് മതവും ജാതിയും രാഷ്ട്രീയമൊന്നുമില്ല ചേട്ടാ, അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നമ്മുടെ എല്ലാവരും ഇന്ത്യക്കാരും സഹോദരങ്ങളാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജമാൽ, പാലാങ്കണം ജമാൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പഹൽഗാമിൽ നടന്ന ഈ കൂട്ടക്കൊല അവിടെ നിരന്തരം പഹൽഗാം എന്ന ആ സ്ഥലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലുണ്ടായ ഈ അക്രമം നമുക്ക് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അവിടെ വളരെ നാളുകൾ കൊണ്ട് അവിടെ അക്രമങ്ങളും പ്രശ്നങ്ങളുമായി കിടക്കുന്ന ഒരു മേഖല സമാധാനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഈ ഭീകരാക്രമം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അവിടെയുള്ള കാശ്മീരിയായ ഒരു യുവാവ് അതിനെതിരെ ആ ഭീകരന്മാർക്കെതിരെ പോരാടുകയും അവിടെ തോക്ക് പിടിച്ചെടുത്ത് അവരോട് നേരിടുകയും മറ്റൊരു ഭീകരൻ്റെ വെടിയേറ്റ് മരിച്ചു വീഴുകയും ചെയ്തതും അവിടുത്തെ കാശ്മീരിയാണ്. അവിടുത്തെ കാശ്മീരികളായിരിക്കില്ല ഇത് ചെയ്തത്. മറ്റാരോ ഭീകര പുറത്തുനിന്നും വന്നവരാ. പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് ഒരുപാട് മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം കാർഗിൽ ഉൾപ്പെടെ എല്ലാ മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും തിരിച്ച് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെ ഉള്ളത് ഇന്ത്യ വിരുദ്ധ വികാരം. അത് പൊലിപ്പിച്ച് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സൈനിക മേധാവിയൊക്കെ അവിടെ ഭരണം പിടിച്ചടക്കുക എന്നുള്ള സംഭവത്തിൻ്റെ പുറത്തിലാണ് ഇതെല്ലാം നടന്നത്. പാവപ്പെട്ട നമ്മളെ 28 പേരാണ് മരിച്ചത്. ചേച്ചി ക്രിസ്ത്യാനിയാണ്, നമ്മുടെ നാട്ടുകാരിയാണ്. പറയാച്ചി, ഇത്രയും വലിയ വിഷയം ഉണ്ടായി. ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ ആൾക്കാർ? ഇല്ല. ഒരാളൊക്കെ ആഘോഷിക്കാൻ പോയ ആൾക്കാരെയൊക്കെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്താൻ പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? വയ്ക്കാൻ പറ്റില്ല. ഇത്രയും വിഷയമാണ്. ഒരുപാട് പേരുണ്ട്. ചേട്ടാ, പഹൽഗാമിലെ വിഷയം, ചേട്ടൻ്റെ പേരെന്താണ്? നാസിമുദ്ദീൻ. ചേട്ടാ, ഇതൊരു മതം വെച്ചാൽ അവർ ഇവിടെ പോകുന്നത്. അങ്ങനെയൊന്നും ഇല്ല. ഇത് അങ്ങനെ ഒരു തീവ്രവാദ ആക്രമണമല്ലേ ഇവിടെ നടന്നത്. അതിന് മതത്തിന്റെ പേരിൽ കൊണ്ടുവന്നേണ്ട കാര്യമില്ലല്ലേ ഇതിൽ. അവർ ചോദിച്ചു, നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ചോദിച്ചിട്ട് എവിടെ ചോദിച്ചത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. മീഡിയ കൂടെ ഉള്ള ഇതാണെന്ന് നമ്മൾ അറിഞ്ഞത്. അല്ല അവർ ചോദിച്ചോ അങ്ങനെ ചെയ്യാൻ വളരെ ഒരു രാമചന്ദ്രൻ പുള്ളി മരിച്ചിട്ടുണ്ട് അറിഞ്ഞ അതിലൊക്കെ നമുക്ക് കേരളത്തിലുള്ള നമുക്ക് അതിൽ വിഷമമുണ്ട്. നമുക്കതിൽ അഗാധമായ ദുഃഖമുണ്ട്. അങ്ങനെ നമ്മളെ ഒരു മലയാളി വേണം. നിങ്ങളൊക്കെ മുസ്ലിംസ് ഒക്കെ അല്ലേ? കാരണം അങ്ങനെ ഒരു ഭീകരത വേണം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. നമുക്കങ്ങനെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയുള്ള ഒരു വേർപിരിവ് ഇതുവരെ ഇല്ല. നമുക്ക് നമ്മുടെ മനസ്സിലില്ല. പിന്നെ ഇതെന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ളതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. കാരണം അവിടെ ഉള്ള ഒരു സംഭവം ചെയ്യല്ല. അവിടെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിട്ടൊക്കെയാണ്, എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തിട്ടൊക്കെയാണ്. അവർക്ക് ആകെയുള്ളത് ഇന്ത്യ വിരുദ്ധ വികാരം. അതേ ഉള്ളൂ. അത് അവിടുത്തെ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പാവപ്പെട്ടവരെ പിടിക്കുന്നത് തന്നെ. ഇന്ത്യൻ സൈന്യത്തോട് നേരിടാൻ നമുക്ക് ഇല്ല, ആർജവും ഇല്ല, അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് പാവപ്പെട്ടവർ നെഞ്ചിൽ കയറുന്നത് തന്നെ നിരപരാധികളാ. അതാണ് വിഷയം. ചേട്ടാ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. വിൻസ്മയ ചാനലിലേക്ക് 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എൻ്റെ പേര് നിസാമാണ്. നിസാം കടവള എന്ന് പറയും. ഒരു ആർട്ടിസ്റ്റാണ്. വിസ്മയ ചാനലിൽ ഇപ്പോൾ മണനാഗ് ദേശത്തെത്തുകയും ജാതി മതഭേദമില്ലാതെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിയുന്ന നമ്മുടെ ഈ നാട്, ഈ മണനാഗ് ജംഗ്ഷനിൽ നമ്മൾ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കഴിയുന്ന ഈ നാട്ടിൽ കാശ്മീരിൽ ഹിന്ദുവാണോ ക്രിസ്ത്യൻസാണോ മുസ്ലിമാനാണോ എന്ന് ചോദിച്ചിട്ടോ വിദേശ സഞ്ചാരികളെ വെടിച്ചു വന്നതിൽ ഒരുപാട് ഖേദനമുണ്ട്. കടവള നിസാമിക്ക് വിസ്മയ ചാനൽ 1000 നന്ദിയും കടപ്പാടും. എന്നാൽ ഈ വിഷയം വളരെ വേദനാജനകമായ വേദനയല്ല. നമുക്ക് വരുന്നത് വേറെ വികാരം വരുന്നത്. നമ്മളെ കയറി തോണ്ടിയത് നമ്മളെ മാറ്റും. അത് വേറെ സീനാണത്. കാരണം ആ ഒരു ജമ്മു കാശ്മീരിൽ പോയിട്ട് 28 പേര് അവർ തോക്കിൻ്റെ മുന്നേ നിർത്തിയിട്ട് നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് വെടിവെച്ച് വന്നു.
നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നമുക്കൊന്നൊരു വിഷയമല്ല. നമുക്ക് ഒരു ഇതുവരെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ആ സമയത്താണ് പുറത്തുനിന്ന് ഒരുത്തൻ തോക്ക് ചൂണ്ടിയിട്ട് ഈ പറയുന്ന കാര്യം ചെയ്തത്. അത് ഒരുത്തനല്ല, 5 പേര്. അത് പാകിസ്ഥാനിൻ്റെ അനുമതിയോടുകൂടിയാണ്. അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരാൾ മുൻ പാക് സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അത്രയും വിഷയങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും തിരിച്ചടി കൊടുക്കണം. വിസ്മയ സുരേന്ദ്രൻ്റെ ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.